വേഗം ഊറ്റും കഴിയുമ്പോൾ അങ്ങനെ ആകുമ്പോഴേ ഷായേട്ടനായിട്ട് ചോറ് പൊതിയാൻ നിൽക്കണേ. ഷായേട്ടൻ നല്ല സ്പീഡുണ്ടേ, അവര് വരാറായിട്ടുണ്ട്. ചെരുകി വയ്ക്കും. പിന്നെ മാങ്ങ ഇന്ന് തലേദിവസം തന്നെ അച്ചാറാക്കി വയ്ക്കും. ചക്കയായി. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പം നമ്മുടെ വീട്ടിലേക്ക് പോവാം. വയോട്ടാ. നമുക്ക് നാളെ പൊതിച്ചോറ് കൊടുക്കണം. അപ്പോൾ എനിക്ക് അടുത്തൊരു കമൻറ്റ് വന്നു കേട്ടോ, ചേച്ചി ഇപ്പോൾ പൊതിച്ചോറ് കൊടുക്കണില്ലേ എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇന്നത് കൊണ്ടുതന്നെയല്ലേ കുറച്ച് പച്ചക്കറിയാണ് എനിക്ക് പൊട്ടിക്കേണ്ട വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ വിളവെടുപ്പിൻ്റെ വീഡിയോയിലെ കാണിച്ചത്. അപ്പോൾ ആ പൊട്ടിച്ചേലത്ത് അത്യാവശ്യം കുറച്ച് പച്ചക്കറികളൊക്കെ ഇരിക്കുന്നുണ്ട്. പോരാത്ത കുറച്ച് പച്ചക്കറിയാണ് നമ്മൾ പൊട്ടിച്ചെടുത്തോണേ. കുറച്ച് വെണ്ടക്കായ, അമരക്കായ, അതുപോലെ കൊത്താമരയ്ക്ക് ഒന്ന്. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പൊട്ടിക്കുന്നത് കാണിക്കാണ്ടിരുന്നു തന്നെ കഴിഞ്ഞ വട്ടത്തെ വിളവെടുപ്പിൽ ഇതൊക്കെ പൊട്ടിക്കുന്നത് തന്നെയല്ല കാണിച്ചതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇന്ന് നമുക്ക് പൊട്ടിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ഇടിയൻ ചക്ക തോരനാണ് വെക്കാമെന്ന് വിചാരിച്ചോളെ. അപ്പോൾ ഇടിയൻ ചക്ക ഇടണം. പിന്നെ അതേപോലെ തന്നെ ചമ്മന്തിയിലേക്ക് മാങ്ങയുടെ ആവശ്യമുണ്ട്, അതും പൊട്ടിക്കാം നമുക്ക്. പിന്നെ വന്നത് കഴിഞ്ഞ വിളവെടുപ്പിൽ കാണിച്ചപ്പോൾ പറഞ്ഞേ ഒരു സാധനം മാത്രം സ്മിതയുടെ വീട്ടിൽ കണ്ടില്ലായിരുന്നു. അതായത് വെള്ളരി. പക്ഷെ വെള്ളരി ഉണ്ട് കേട്ടോ, ഞാൻ കാട്ടിത്തരാം. ഇതേ വെള്ളരി, കുഞ്ഞ് വെള്ളരി ഇതാ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇത് പൊട്ടിക്കേണ്ട പാകമായിട്ടുണ്ട് കേട്ടാ. പിന്നെ നോക്കിയേ, നമ്മളെ പന്തലിട്ട് കൊടുത്തില്ല കേട്ടാ, നിലത്തെ പടർന്നുണ്ടായിട്ടെന്ന് വെച്ചു. അപ്പോൾ അവരുണ്ട് ഈ തെങ്ങിൻ്റെ തടിയുമിക്ക് കയറി. അപ്പോൾ കണ്ടോ കുഞ്ഞീതുകള്. ഒരിടും ചക്ക മതിയിട്ട് ഷായിട്ടാ. കഴിച്ച വട്ടം നമ്മൾ ഒരെണ്ണം ഇടാൻ നോക്കിയപ്പോൾ 3 ഒരുമിച്ച വീണേ. ഇല്ല, ഓ ഭാഗ്യം. ഞാൻ മറ്റേത് 2 വീണാലേ അങ്ങോട്ടല്ല ഇങ്ങോട്ടല്ലാത്തൊരു പ്രായമായിട്ട് നിൽക്കണതേ. ഇത് മതി. ഇത് ഇടിയൻ ചക്കയുടെ ടൈമല്ല, പക്ഷെ എന്നാലും നല്ല രസം ഉണ്ടാവും എല്ലാം കൂടി കൊത്തിരിഞ്ഞ. ചക്കയായി. ഇനി ചെറുതായിട്ട് ഇപ്പോൾ ഒരു 6 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. മാങ്ങയും കൂടി ഇട്ടിട്ട് വേഗം വരാം. മാങ്ങ ഇടല്ല, മാങ്ങ പൊട്ടിച്ചിട്ട്. മാങ്ങ പൊട്ടിക്കാൻ നമുക്ക് അവിടുത്തെ പറമ്പിൽ പോകണം. നമ്മുടെ ഇവിടുത്തെ ചെറിയ കണ്ണിമാങ്ങളായിട്ടുള്ള ഇവിടുത്തെ. അപ്പോൾ ഇതവിടെ കൊണ്ടുവച്ചിട്ട് അങ്ങനെ തന്നെ പറമ്പിൽ പോവാം. മാങ്ങ പൊട്ടിക്കാനേ നമ്മളിവിടെ വരുമ്പോഴേക്കും ഇപ്പം എന്താ പറയുക, ഇങ്ങനെ നോക്കുമ്പോൾ വെളിച്ചുണ്ടെങ്കിൽ മാമ്പിക്ക് നോക്കുമ്പോൾ ഭയങ്കര ഇരുട്ട് പോലെയാണ്. മാങ്ങ നിൽക്കണം തന്നെ കാണുന്നില്ല, ചെറിയൊരു തെളിച്ചുള്ളൂ കേട്ടാ. അപ്പം ഞാനിവിടെ ചോട്ടിൽ തന്നെയായിട്ടൊരു കുല നിൽക്കുന്നുണ്ട്. വീണു. പല സ്ഥലത്തേക്കായിട്ട് തെറിച്ചു. മുകളിൽ നിൽക്കണ പോലെ ഇല്ല കേട്ടാ. താഴേക്ക് വരുമ്പോൾ അത്യാവശ്യം വലിപ്പുണ്ട്. അതെ, അത്യാവശ്യം വലിപ്പുണ്ട്. മുകളിലേക്ക് നോക്കുമ്പോഴേ കുഞ്ഞ മാങ്ങ പോലെ, പക്ഷെ താഴേക്ക് വരുമ്പോൾ നോക്കിയേ വലിപ്പുണ്ട്. അപ്പം ഇനി പോവാം. പേളിക്കുട്ടി നോക്കി വന്നിക്കണേ. തോട്ട് ഒതുക്കി വയ്ക്കട്ടെ, കാരണം പേളിക്കുട്ടിക്ക് ഓട്ടം കൂടുതലാ. അങ്ങോട്ട് വയ്ക്കാം, ഒതുക്കാം നല്ലത്. പോവാ പേളിക്കുട്ടിയെ, വാ പോവാ പേളിക്കുട്ടി, വയ പോവാ. പഴകളൊക്കെ അവിടെ ബെൻഡിങ്ങിലാണ് എനിക്ക് കേട്ടോ. അയ്യോ, അപ്പളേക്ക് അവന് കുശുമ്പളകി ഇവരെടുത്തിരിക്കണുണ്ട്. ഓടി വന്ന് എന്നൊരു ഞെക്കല്. ഇനി നമുക്ക് നാളേരം പൊളിക്കട്ടെ.
എന്താ പൊന്നിന് ചകിരി വേണോ മെസ്സിക്കുട്ടിന്? ഓ മെസ്സിക്കുട്ടിന് ചകിരി വേണോ? എന്നാ പൊന്നോ നല്ല നനവുണ്ടോ? നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങള് നാളികേരം പൊളിച്ചിടാ അതിന്റെ ഓരോ ചകിരി എടുത്തത് അങ്ങോട്ട് ഓടി വെക്കണേ. ഞാനുണ്ടല്ലോ അപ്പം നാളേക്കുള്ള നമ്മുടെ പച്ചക്കറികളൊക്കെ ഇന്ന് തന്നെ തലേദിവസം തന്നെ നുറുക്കി വയ്ക്കും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 8 മണിയുടെ അടുത്തേക്ക് ആയിട്ടുണ്ട്. എന്നാലും ഇതെല്ലാം നുറുക്കി അതുപോലെ നാളികേരം ചെരുകി വയ്ക്കും. പിന്നെ മാങ്ങ ഇന്ന് തലേദിവസം തന്നെ അച്ചാറാക്കി വയ്ക്കും. പിറ്റേ ദിവസത്തേക്ക് ഒന്നുകൂടി നല്ല ടേസ്റ്റൊക്കെ കൂടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ചക്ക ഏറ്റവും ലാസ്റ്റ് ചക്ക നോക്കുള്ളൂ. നമ്മുടെ എന്താ പറയുക അമരക്കായ ആദ്യം നുറുക്കി വയ്ക്കും. പിന്നെ അതേപോലെ സാമ്പാറിലേക്കുള്ള കഷ്ണം ആക്കി വയ്ക്കും. അതിന് ശേഷമാണ് നമ്മുടെ ചക്കയമ്മയ്ക്ക് തൊടുള്ളൂ കേട്ടോ. അപ്പോൾ അമരക്കായും എല്ലാം അതും ആദ്യം കഴുകിയിട്ട് വെള്ളമൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഉണ്ടല്ലോ എന്താ പറയുക എല്ലാതും നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള പച്ചക്കറികൾ മാത്രമായിട്ട് നമ്മൾ ഉപയോഗിക്കണേ. അമരക്കായ ആയാലും എന്താ പറയുക നമ്മൾ കുറേശ്ശെ ഇപ്പോൾ കിട്ടുമ്പോഴേ അങ്ങനെ ഫ്രിഡ്ജിൽ ഇരുന്നിരുന്നു. അത് കാരണം അമരക്കായ അത് കാരണം ഞാൻ അമരക്കായ വെക്കാമെന്ന് വിചാരിച്ചത്. അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും നമ്മുടെ വേറെയുള്ള പച്ചക്കറികൾ എന്തെങ്കിലും പൊട്ടിച്ചേനെ. പിന്നെ കൊത്തമ്പരി ആയാലും സാമ്പാറിലേക്ക് എത്തിരോളം കിട്ടി. പിന്നെ മത്തങ്ങ നമ്മൾ പൊട്ടിച്ചത് അത് ഇരുന്നിരുന്നു. അതുപോലെ കുമ്പളങ്ങയിൽ ഇരുന്നിരുന്നു. അങ്ങനെ ഒന്നും മേടിക്കേണ്ടതൊന്നും വന്നില്ല കേട്ടാ. കാബേജ് തോരനാണ് നമ്മൾ എല്ലാ വട്ടം വെക്കാറ്. ഈ വട്ടം നമ്മുടെ എന്താ പറയുക കാബേജ് ആയിട്ടില്ല. ഒരു എന്താ പറയുക കുറച്ച് ഒരു 2 ആഴ്ചയ്ക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാബേജൊക്കെ പൊട്ടിക്കാറാവുകയും ചെയ്യും. ഇടിയൻ ചക്ക നോക്കിയേ ഈ ഒരു പാകമാണ് കേട്ടോ. അതായത് ചതച്ച് വയ്ക്കാൻ പറ്റില്ല, നമ്മൾ അരിഞ്ഞനെ വയ്ക്കണം. ഞാൻ ഈ ഒരു പാകത്തുള്ളത് തന്നെയാണ് ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂഞ്ഞയുടെ ഒരു ചെറുതായിട്ടൊരു ഭാഗം കൂഞ്ഞയുടെയും കളയണം. പിന്നെ സാധാരണ പോലെ കരിമുള്ളു മാത്രം ചെത്തി കളഞ്ഞാൽ മതി. ബാക്കി എല്ലാം അതും വയ്ക്കാം. നമ്മുടെ ഇടിയൻ ചക്ക ഇതേപോലെ ചെറുതാക്കിയിട്ടാട്ടോ നമ്മൾ നുറുക്കി നോക്കണേ. കണ്ടാ ഇതേപോലെ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈമത്തി കറാന്ന് പറയുന്നത് ഇപ്പോൾ ഇടിയൻ ചക്ക നുറുക്കേണ്ടിയാണ്. അപ്പോൾ ഇനി കൈയൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞാൽ നമ്മൾ അച്ചാറിടാൻ പോവാണ്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാനേ മാങ്ങ ഇടയിൽ നുറുക്കി അപ്പോൾ ഉപ്പിട്ടിട്ട് വെച്ചു. കണ്ട ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം വരുന്നുണ്ട. ഒരു അരമണിക്കൂർ നേരെയെങ്കിലും ഇങ്ങനെ ഇരിക്കണേ. അപ്പോൾ ഇനി നമുക്ക് അച്ചാറിടാം. കയ്യുമ്പത്തെ നല്ല നന്നായിട്ട് വെളിച്ചെണ്ണയ്ക്ക് ഒന്ന് പുരട്ടി കഴിഞ്ഞാൽ ചക്കമുളഞ്ഞാൻ്റെയൊക്കെ ഒന്ന് പൊക്കോളൂ. അപ്പോൾ നമുക്ക് മാങ്ങച്ചാർ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട്. ചീനിച്ചട്ടി നന്നായിട്ടൊന്ന് ചൂടാവണേ. ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാനുണ്ടല്ലോ ഇത്തിരിയോളം ഉലുവിട്ട് കൊടുത്തിട്ടുണ്ട്. അത്രേ തന്നെ അളവിൽ ഇത്തിരിയോളം കണ്ടോ നമ്മുടെ കടുകും. ഈ ഉലുവും കടുകും പൊട്ടി തുടങ്ങൂട്ടെ, അതുവരെ നമുക്ക് ചൂടാക്കണം. കണ്ടോ ഉലുവയ്ക്കും പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. കടുക് ഇട്ട് പൊട്ടണത്. അപ്പോൾ ഉലുവ റെഡിയാവും. അപ്പോൾ നമുക്കിതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. എണ്ണ ഒന്നും ഒഴിക്കാണ്ടാട്ടോ നമ്മൾ ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണത്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി അതേ ചീനിച്ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ എണ്ണ നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി അതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യാൻ കേട്ടോ. കാരണം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് കരിയരുത്. അപ്പോൾ എണ്ണ ഇതിലൊന്ന് ചൂടാറട്ടെ. അതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം.
എരിവിനനുസരിച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇടുന്നത് നല്ലതാട്ടോ, പെട്ടെന്ന് അച്ചാർ കേടാവാതിരിക്കും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞ പോലെ വെള്ളം നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ വെള്ളം കളയാട്ടോ, അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കുണ്ടല്ലോ കായപ്പൊടി കൂടി പോവരുത്. കായം കൂടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കനപ്പ് കൂടും. അപ്പം നമ്മൾ കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കാം. എന്നിട്ട് അതനുസരിച്ച് ഇത്തിരിച്ച് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കാരണം കായത്തിൻ്റെ ഒരു നല്ല മണമൊക്കെ ഉണ്ടാവണം അച്ചാറിന്. കായപ്പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഉലുവയും അതേപോലെ തന്നെ കടുകും കൂടി പൊടിച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല അച്ചാരത്തിന് നല്ല മണമൊക്കെ വരുന്നുണ്ടാവും. അതേപോലെ തന്നെ ഉപ്പ് ഇത്തിരി മുന്നിൽ നിൽക്കണം. അപ്പോഴാണ് അച്ചാർ പാകമായി വരുമ്പോൾ എന്താ പറയുക കൃത്യ കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളിതാക്കി എടുക്കാൻ പോവാണ് കേട്ടോ. ഇനി നാളെ രാവിലെ നേരത്തെ എണീറ്റിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ. കാറ്റുണ്ട്, നല്ല കാറ്റവിടെ കേട്ടൂല്ലേ. നമ്മൾ നേരത്തെ എണീറ്റു കേട്ടാ. ഇപ്പൊ ഒരു 4:30 ആയിട്ടുള്ളോ. കോഴികളൊക്കെ നമ്മൾ ലൈറ്റ് ഇട്ട അപ്പൊ കൂവി തുടങ്ങിയവര്. ഞാൻ മൂടി കൊണ്ടിട്ട് ഷേട്ടാ മൂടി എടുത്തിട്ട്. സാമ്പാറിന് പരിപ്പടപ്പത്തിട്ടു. പിന്നെ നമ്മൾ അമരക്കായ വേവിക്കാൻ വെച്ചു. അതേപോലെ തന്നെ നമ്മുടെ ഇടിയൻ ചാക്ക് വേവിക്കാൻ വെച്ചു കേട്ടാ. ഇനി പരി ഇടാറായിട്ടുണ്ടാവും. അപ്പം ഞാൻ അത് വിട്ടെ. നമ്മുടെ കറികളൊക്കെ ഒരുവിധമായിട്ട് അപ്പോൾ സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഇട്ട് വെന്ത് വന്നപ്പോഴേ നമ്മൾ വെണ്ടക്കായ വാട്ടിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇനി നമുക്ക് ചമ്മന്തി അരയ്ക്കണം. പിന്നെ അതേപോലെ മീൻ വറക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. നമ്മുടെ ചോറ് അവിടെ വെന്തിട്ടുണ്ടാകും. അപ്പോൾ അത് ഊറ്റാം. നമ്മുടെ അരിപ്പകല കാരണേ നന്നായിട്ട് വെള്ളം വാരണ്ട. ഇത് ആ കലത്തിൻ്റെ അടിയിൽ തന്നെ ഓട്ടയുണ്ട്. അപ്പോൾ ഒരുവിധം നന്നായിട്ട് ഇങ്ങനെ പൊക്കി ഇങ്ങനെ ഒന്നാക്കിയിട്ട് ഇട്ടാൽ മതി. വേഗം ഊറ്റും കഴിയുമ്പോൾ അങ്ങനെ ആകുമ്പോഴേ നമ്മുടെ ഒരുവിധം പണികളൊക്കെ ഏതാണ്ട് കഴിഞ്ഞു തുടങ്ങിയിട്ട് കേട്ടാ. സാമ്പാറായി,
അതേപോലെ തന്നെ നമ്മുടെ ഇടിയൻ ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ അമരക്കായ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ മീൻ നമ്മളിതാ മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. മീൻ വറുത്തെടുക്കട്ടെ. ഇനി നമുക്ക് നാളികേര ചമ്മന്തി അരയ്ക്കണം. നാളികേര ചമ്മന്തി അരയ്ക്കാനേ നമ്മളിതാ ഒരു ഇത്തിരിയോളം ചുവന്നുള്ളി, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ എരിവിനനുസരിച്ച് കുറച്ച് പച്ചമുളക്, പിന്നെ പുളിക്ക് നമ്മളിതാ മാങ്ങയായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു മാങ്ങ ഫുള്ള് എടുക്കണ്ട കേട്ടാ. ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ അടുക്കളയത്തെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അതാ മീൻ വറുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാ ഇല മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഷായിട്ടൻ. അത് വാട്ടണം. സമയമായി. എത്ര നേരത്തെ എണിച്ചാലും ആ ലാസ്റ്റ് ടൈം ആകുമ്പോൾ ഒരു എന്താ പറയുക സ്പീഡാ. പിന്നെ ഇലേ ഇപ്പം പണ്ടത്തെ പോലെയല്ല. ഈ കാറ്റ് കലയിൽ തന്നെ ഇല എല്ലാതും കീറിയിട്ടേ ഷായിട്ട് ഇല മുറിക്കാൻ പോയിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് വന്നേ. അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു വെച്ചാൽ കീറാത്ത ഇല നോക്കിയിട്ടേ. ഇന്ന് നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് തയ്യാറാക്കിയിട്ടുള്ള ഫുഡാണ് ചോറ്, സാമ്പാർ, ഇടിയൻ ചക്കൻ തോരൻ, നമ്മുടെ അമരക്കായ മെഴുക്ക് പുരട്ടി, മുട്ട, അയില വറുത്തത്, മാങ്ങച്ചാറ്, അതേപോലെ നാളികേര ചമ്മന്തി. പിന്നെ നമ്മൾ ഒരു 100 രൂപ കവറിലാക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പൊതിച്ചോറ് പൊതിയാം. ആവശ്യത്തിന് നമ്മളിതാ കുറച്ച് ചോറ് ആദ്യ ഇലയിൽ വെള്ളം, പിന്നെ ഇതാ അമരക്കായ തോരൻ ഇതാ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇടിയൻ ചക്കത്തോരൻ, പിന്നെ ഇതാ നാളികേര ചമ്മന്തി ചോറിൻ്റെ മുകളിലായിട്ട്, പിന്നെ അച്ചാറ്, പിന്നെ നമ്മളിതാ കോഴിമുട്ട പുഴുങ്ങിയത് ഒരു ഭാഗത്ത് വയ്ക്കണം. ഇങ്ങനെ ഇല മടക്കിയതിന് ശേഷം നമ്മൾ ഒരു ഇലയിൽ ഇതാ മീനിങ്ങനെ പൊതിഞ്ഞ് വയ്ക്കാട്ടോ ചെയ്യുക. ചോറിൻ്റെ കൂടെ വയ്ക്കില്ല. അതേപോലെ തന്നെ നമ്മളൊരു കവറിലെടുത്തിട്ട് ഒരു 100 രൂപ കവറിലാക്കി വയ്ക്കും. നമുക്കുണ്ടല്ലോ സാമ്പാർ വയ്ക്കാം കേട്ടോ. സാമ്പാർ നമ്മളൊരു കവറിലാണ് വയ്ക്കുക. ഇങ്ങനെ കവറിലാക്കി അതേപോലെ തന്നെ വേരെടുത്ത് വയ്ക്കും കേട്ടോ. നമ്മൾ പൊതിച്ചോറ് റെഡി ആയിട്ടാ. ഷായേട്ടനായിട്ട് ചോറ് പൊതിയാൻ നിൽക്കണേ. ഷായേട്ടൻ നല്ല സ്പീഡുണ്ടേ. അവർ വരാറായിട്ടുമുണ്ട്. അപ്പോൾ ഞാനിത് പണ്ടുണ്ടെങ്കിൽ കവറിൽ സാമ്പാറാക്കി വയ്ക്കും, പിന്നെ അതേപോലെ പരിപ്പൊക്കെ ആക്കി വയ്ക്കും. ഷായേട്ടൻ നല്ല സ്പീഡിൽ പൊതിയും ചെയ്യും. നമ്മളേ
നേരം ഒത്തിരി വൈകിണ്ട് കേട്ടാ. അവർ 10 മണിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ എത്താറായിട്ടുണ്ട്. ഞങ്ങളുടെ ഇത്രയും സ്പീഡ് എടുത്തിട്ട് പൊതിച്ചോറ് പൊതിഞ്ഞോ ഇത്രയും കുറേ വർഷങ്ങളായി നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ട്. പക്ഷെ ഇത്രയും സ്പീഡ് കാട്ടിയിട്ട് പൊതിഞ്ഞിട്ടുള്ളത് ആദ്യമായിട്ടാണ്. കാരണം നേരത്തെ ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞില്ല എന്താണ് ഈ വട്ടം എങ്ങനെയൊക്കെയോ നേരം പെട്ടെന്ന് പോയിട്ടുണ്ട്. ഇതേ കുറേ പൊതിഞ്ഞ ശേഷമായിട്ട് ഇനി ഇതേ പൊതിയാനിരിക്കാട്ടാ. അവർ വരുമ്പോഴേക്കും കഴിയണം നല്ല ആഗ്രഹമുണ്ട്. അപ്പം ഞങ്ങളുടെ ആ പൊതിച്ചോറ് പൊതിയിൽ കഴിഞ്ഞു. ഇപ്പോൾ ബാക്കിയെന്ന് പറയാനായിട്ട് മീൻ മാത്രമായിട്ടാണ്. മീൻ പിന്നെ നമ്മൾ എണ്ണ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് കൂടുതൽ തന്നെ വറുത്തിട്ടായിരുന്നു. ബാക്കി എല്ലാതും ഇനിയിപ്പോൾ എനിക്ക് ഷായേട്ടനോ പിന്നെ മോനും ഒക്കെയുള്ള ഒരു പൊതിച്ചോറ് പൊതിയാനുള്ളതുള്ളൂ കേട്ടാ. അങ്ങനെ സമാധാനമായി. അവർ വിളിച്ചു ഇപ്പം എത്തുവര് നേരം വൈകി ആദ്യമായിട്ടാ ഇതേപോലെ അവർ അവിടെ കൊണ്ടുവയ്ക്കണേ അല്ലേ? കൊണ്ടുവയ്ക്കല്ലേ? രണ്ടുപേര് കൊണ്ടാണ്. ഞങ്ങള് മെഡിക്കൽ കോളേജിലേ നിന്നുണ്ട്. അന്ന് എനിക്കറിയാം കുറേ പേര് ഭക്ഷണം കൊണ്ടുവന്നിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടേ കഴിക്കണവര്. ശരി. സദ്യ പൊതിച്ചോറിന് പറഞ്ഞിട്ട് നമ്മുടെ തന്നെ ഇതേപോലെ ഉണ്ട് ഇതില്ലേ. പായസമൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അത് ഓണത്തിന്റെ സമയത്ത് വരുന്ന പൊതിച്ചോറില്ലേ. അതാണ് ഇല മുറിക്കാൻ പോയപ്പോളാ. അങ്ങനെ കുറച്ച് ടെൻഷൻ അടിച്ചൊരു പൊതിച്ചോറായിരുന്നു ഇന്നത്തെ. ടെൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സംഭവം കറികളൊക്കെ ആയി. പക്ഷെ എവിടെ സമയം പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല മുറിക്കാൻ പോയത് തന്നെയാണ്. ഇല കിട്ടാണ്ടേ എന്നാ നമുക്കറിയില്ല ഇത് ഇത്രയും ബുദ്ധിമുട്ട് വരുന്ന വിചാരിച്ചില്ല. എനിക്ക് ഒരുവിധ ഇലകളൊക്കെ ഒരുവിധം നമ്മൾ സ്റ്റൂളിലേക്കും കയറി നിന്നിട്ട് മുകളിലുള്ള കൂമ്പലേക്ക് നോക്കിയിട്ട് മുറിച്ചെടുത്തിട്ടൊക്കെയാണ് ഷേട്ടൻ കൊണ്ടുവന്നത് അല്ലേ? ഞാനാണെങ്കിൽ ഷേട്ടൻ പോയിട്ട് കാണാല് എന്നുള്ള രീതിയിൽ ഇരിക്കുന്നത്. എന്താ ഇല മുറിക്കാൻ പോയിട്ട് പിന്നെ എനിക്ക് തോന്നി കാറ്റൊക്കെ കാരണം ഇല കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത്. ഇനി എനിക്ക് ഷായേട്ടൻ്റെ മോനുള്ള പൊതിച്ചോറായിട്ടാണ് പൊതിയാൻ നിൽക്കുന്നത്. അപ്പോൾ പൊതിച്ചോറിനെ കുറിച്ചിട്ടേ പറയുകയാണെങ്കിൽ എന്താ പറയുക, പൊതിച്ചോറ് എത്ര കൊടുത്താലും എനിക്ക് മതിയാവില്ല എന്ന് പറയാം. നമ്മുടെ സമയക്കുറവ് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ പൊതിച്ചോറ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. കാരണം അതെങ്ങനെയാണെങ്കിലേ നമ്മൾ വർഷങ്ങളായിട്ട് പൊതിച്ചോറ് കൊടുക്കാറുണ്ടെങ്കിലും ഞാനൊരു 3 വർഷം മുന്നേ എനിക്ക് ഇതേപോലെ ഒരു 10 ദിവസം ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്നിട്ടുണ്ട് എൻ്റെ അച്ചവിടെ കിടന്നപ്പോൾ. അപ്പോൾ അന്ന് ഞാൻ എന്നെ സംബന്ധിച്ച് എനിക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുള്ളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ നമ്മുടെ തൊട്ടുള്ള കുറേ പേര് ഈ പൊതിച്ചോറിനെ മാത്രം ആശ്രയിച്ച് നിൽക്കണവരായിരുന്നു. അപ്പോൾ അവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോടൊക്കെ ചോദിക്കും. കാരണം അവിടെ പാസ്സുള്ളവർക്ക് മാത്രമാണ് പൊതിച്ചോറ് കൊടുക്കുക. അപ്പോൾ തൊട്ട് മേടിക്കാത്തവരുടെ കയ്യിൽ നിന്നും അവർ പാസ് കൊണ്ടുപോയിട്ട് പൊതിച്ചോറ് മേടിച്ചു കൊണ്ടും എന്നിട്ട് അവർ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് അത് ബാക്കി വരുന്ന ചോറ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാത്രിയിൽ അവരതെടുത്ത് കഴിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പൊതിച്ചോറ് കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു എന്താ പറയുക, നമ്മൾ അവരുടെ അവസ്ഥ കണ്ടിട്ടുള്ള കാരണം എത്രയോ നന്നാക്കി കൊടുക്കാൻ പറ്റണോ അത്രയും നന്നാക്കി കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പിന്നെ പൈസ നമ്മൾ വെക്കേണ്ടത് ഞാൻ പറയാറുണ്ടല്ലോ, അതും നമ്മൾ വർഷങ്ങളായിട്ടുള്ളതാണ്. 100 രൂപ
അത് നമ്മൾ വിചാരിക്കണമെന്നിട്ടാണെങ്കിൽ അങ്ങനെയുള്ള അർഹതപ്പെട്ടവരെ കയ്യിലേക്ക് ആ പൈസ വരിക. ആ 100 രൂപ കൊണ്ട് അവർക്കൊന്നും ആവില്ലായിരിക്കാം, പക്ഷെ എന്നാലും അങ്ങനെയല്ല, നമുക്കൊരു സന്തോഷം അങ്ങനെ കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ കൊടുക്കണേ. പിന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത് എപ്പോഴാണെന്നറിയോ, നമ്മൾ ഇപ്പോൾ ഇതേപോലെ കറികൾ കൂടുതൽ അതുപോലെ പൈസയ്ക്ക് വെക്കാൻ കണ്ടിട്ടേ ഒത്തിരി പേര് നമ്മുടെ അടുത്ത് കാണുമ്പോൾ പറഞ്ഞു തുടങ്ങി, സ്മിത ചെയ്യുന്ന കണ്ടിട്ട് ഞങ്ങൾ ഇതേപോലെ ചെയ്തു തുടങ്ങി, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പം ഞങ്ങൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടാ. കാരണം അവർക്കും പൈസ വയ്ക്കാൻ ഇഷ്ടമായിരുന്നു, പക്ഷെ അതിങ്ങനെ വെച്ച് എങ്ങനെയാണെന്ന് അറിയാത്ത കാരണേ അവർ വെച്ച് തുടങ്ങിയിരുന്നു. അപ്പോൾ അത് നമ്മളോട് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമല്ലേ. പിന്നെ അതേപോലെ തന്നെ കുറേ പേർക്ക് അറിയില്ല ഇതെങ്ങനെ കൊടുക്കാന്ന്. അപ്പം അങ്ങനെയും നമ്മളോട് ചോദിച്ചിട്ട് അങ്ങനെയും കുറേ പേര് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. പിന്നെ ഷേഡ് പറഞ്ഞത് അല്ല, റീൽസിൽ കമൻറ്റ്. പിന്നെ റീൽസിലാണ്, അതായത് നമ്മൾ ഈ പൊതിച്ചോറിൻ്റെ റീൽസ് ഇടാറുണ്ട്, അതിലാണ് കൂടുതൽ കമൻറ്റ് വരാറ്. ഈ പൊതിച്ചോറ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, അതായത് നമ്മൾ യൂട്യൂബ് തുടങ്ങണേക്കാളും മുന്നേ കൊടുത്തിട്ടുള്ള പൊതിച്ചോറില്ലേ, അത്രയും കൊല്ലം മുന്നേ കിട്ടിയിട്ടുണ്ടെന്ന് വരെ പറഞ്ഞിട്ട് ഇപ്പം നമുക്ക് കമൻറ്റ് വരെ വരാറുണ്ട്. അപ്പോൾ ഒത്തിരി സന്തോഷം. കാരണം ഞാനിങ്ങനെ കറികൾ കൂട്ടി കൊടുക്കുന്നതും അല്ലെങ്കിൽ പൈസ വയ്ക്കുന്നതും കണ്ടിട്ടും അതേപോലെ കുറേ പേര് ചെയ്ത് തുടങ്ങിയെന്ന് കേൾക്കുമ്പോഴേ അവിടേക്കാണ് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നണേ കേട്ടാ. ഇനിയിപ്പോഴേ ഞങ്ങൾക്ക് കൂടിയുള്ള ചോറ് പൊതിയട്ടെ. ഈ പൊതിച്ചോറ് കൊടുക്കുന്ന ദിവസം ഏതാണ്ട് അവരവിടെ കഴിക്കണ ഒരു സമയത്ത് തന്നെയായിരിക്കും ഞങ്ങളിവിടെ പൊതിച്ചോറ് ഇവിടെ തുറന്ന് കഴിക്കുക. അപ്പം ഇന്ന് മോനാണെങ്കിൽ ഇന്ന് ക്ലാസ്സിൽ പോയില്ല, കാരണം പൊതിച്ചോറ് കൊടുക്കുന്ന ദിവസം ആകുമ്പോൾ അവനും കൂടെ നിന്നു, കാരണം വീഡിയോ ഒക്കെ പിടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടേ. അപ്പം ഞങ്ങൾക്ക് 3 ആൾക്കുള്ള പൊതിച്ചോറ് ഇതാ റെഡിയായി. ഇനി എന്നിട്ടാണെങ്കിൽ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി അവിടെയൊക്കെ വൃത്തിയാക്കി വരുമ്പോഴേക്കും നമുക്ക് ഭക്ഷണം കഴിക്കണ നേരമാകും. ഇനി കുറച്ച് പാത്രങ്ങൾ മോറി വയ്ക്കാനുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നമ്മുടെ പൊതിച്ചോറ് കൊടുക്കണ ദിവസം ശരിക്കും സദ്യ കഴിഞ്ഞ ഒരു ഫീലിംഗാണ്. പാത്രങ്ങളെ മോറിയിട്ട് വെക്കണ പാത്രത്തിൽ നിറച്ച് പാത്രമായ കാരണം ഇവിടെ താഴെ വെക്കണ്ടാവുന്നത്. അപ്പം നമ്മുടെ എന്താ പറയുക, ഇന്നത്തെ ദിവസം തന്നെ എനിക്ക് ഒറ്റ പണി ഉണ്ടാവില്ല കേട്ടാ. അടുക്കളയിൽ കയറിയിട്ടുള്ള ഒറ്റ പണി എടുക്കണ്ട, എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിതാ പൊതിച്ചോറ് കഴിക്കാനിരുന്നു കേട്ടോ. അപ്പം ഷായേട്ടനെ പെട്ടെന്ന് അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോകണ്ടാവുന്നു. അപ്പം വേഗം ഷായേട്ടൻ കഴിച്ച് പോയി. അപ്പം ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാനായിട്ട് പൊതിച്ചോറ് തുറക്കുമ്പോൾ തന്നെ നല്ല മണ. ഞാൻ തന്നെ വെച്ചിട്ടുള്ള പൊതിച്ചോറ് തന്നെ ഞാൻ തന്നെ ടേസ്റ്റ് പറയുമ്പോൾ ഒരു സുഖമില്ല. ഷായേട്ടൻ പറയുമ്പോൾ എപ്പോഴും എനിക്കൊരു തൃപ്തി വരാറ്. എന്തായാലും നല്ല മണമുണ്ട്. എന്താ പറയുക, കഴിക്ക് കൂടി കേട്ടാ. നമ്മുടെ മാങ്ങച്ചാറും അതേപോലെ തന്നെ ചമ്മന്തിക്കും കൂടി ആകുമ്പോഴേ നല്ല മണം. അപ്പോൾ നല്ല പൊതിച്ചോറാട്ടോ നമ്മുടെ. അപ്പം ഇനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ഇട്ടാണ് കേട്ടോ.